നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരച്ച വരയിൽ വന്നിരിക്കുകയാണ് ഒടുവിൽ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇതിനു മുൻപൊന്നും കളിച്ചതുപോലെ അല്ല ഇക്കുറി ഇന്ത്യയോട് കളിച്ചതെന്ന് അവർക്ക് വ്യക്തമായി ബോധ്യം വന്നിട്ടുണ്ട്. മറുവശത്ത് നിന്നത് കോടാനുകോടി ഇന്ത്യക്കാർ മാത്രമല്ല, നയിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യത്തിനും ഇച്ഛാശക്തിക്കും ഉറച്ച നിലപാടുകൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ഒടുവിൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലും മുട്ടുകുത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ മുറിവായിരുന്നു എന്ന് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് നരേന്ദ്രമോദി ഇതിനോടകം കാണിച്ചു കൊടുത്തത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന അന്നു മുതൽ ഈ നിമിഷം വരെ പാകിസ്ഥാനെ കിടുകിടാ വിറപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾക്കും കഴിഞ്ഞു എന്നതിന്റെ ഉറപ്പാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ കൈകോപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. ഇതിനിടയിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടി അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന ഉറച്ച നിലപാടാണ് മോദി സർക്കാർ കൈക്കൊണ്ടത്. ഇന്ത്യൻ മണ്ണിൽ കയറി അക്രമം കാണിച്ച ആ നിമിഷം മുതൽ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ മുട്ടുവിറച്ചു നിൽക്കുമ്പോഴും മോദി ശക്തമായി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയും ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയും പാകിസ്ഥാനെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. എന്തൊക്കെയായിരുന്നു കോൺഗ്രസുകാരുടെ പ്രഹസനങ്ങൾ? നരേന്ദ്രമോദി പാകിസ്ഥാന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തെന്നും ട്രംപിന്റെ ആജ്ഞാനുവർത്തിയായി എന്നുമൊക്കെ പറഞ്ഞ് ഘോഷിച്ചു നടന്നപ്പോൾ പാകിസ്ഥാൻ പോലും നരേന്ദ്രമോദിക്ക് മുന്നിൽ യാചനയുടെ സ്വരമുയർത്തുന്ന സമയം വരുമെന്ന് കോൺഗ്രസുകാർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇന്ത്യ പാക് സംഘർഷ സമയത്തെ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യക്കെതിരെ ആണവാക്രമണ ഭീഷണി മുഴക്കി മാസങ്ങൾക്ക് ശേഷം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അത് പൂർണ്ണമായും സമാധാനപരമായ ഉദ്ദേശങ്ങൾക്കുള്ളതാണ് എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അവരുടെ മുൻ നിലപാടുകളിൽ നിന്നുള്ള കാര്യമായ മാറ്റമാണിത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിനിടെ ഒരു ആണവ കൈമാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഷഹബാസ് ഷെരീഫ് മുഴുവൻ ആണവ പദ്ധതിയും സമാധാനപരമായ ഉദ്ദേശങ്ങൾക്കും സ്വയം പ്രതിരോധത്തിനും വേണ്ടി മാത്രമുള്ളതാണെന്ന് ഊന്നി പറഞ്ഞു. ആണവായുധ ഭീഷണി മുഴക്കിയ അവകാശവാദങ്ങളോട് ഇന്ത്യ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ആണവാക്രമണ ഭീഷണികൾ ഉണ്ടായതിന് മാസങ്ങൾക്കപ്പുറമാണ് പ്രധാനമന്ത്രി തന്നെ അവയെ തള്ളി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു പിന്നാലെ അത്തരം ഭീഷണികൾ വെച്ചു പൊറപ്പിക്കില്ല എന്നും പാകിസ്ഥാനുമായി ഉഭയകക്ഷിപരമായി ഇടപെടുമെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കും ദേശീയ പ്രതിരോധത്തിനും വേണ്ടിയുള്ളതാണ്, ആക്രമണത്തിന് വേണ്ടിയല്ല എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഏപ്രിൽ 22-ന് പഹൽഗാം ആക്രമണത്തിൽ 26 നിരപരാധികളായ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇതിനെ യുദ്ധപ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത്. ദേശീയ ശക്തിയുടെ മുഴുവൻ ആവൃത്തിയിലും പൂർണ്ണ ശക്തിയോടെ വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു ശ്രമത്തിനും മറുപടി നൽകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇതോടെയാണ് ആണവായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള ആശങ്കകൾ ചിലർ പങ്കുവച്ചത്. എങ്കിലും ഇപ്പോൾ ഇതാ വിഷയത്തിൽ നിർണായക പ്രതികരണമാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം നടത്തിയിരുന്നു. ഈ സമയത്ത് ആണവായുധ പ്രയോഗ ഭീഷണി ശക്തമായിരുന്നു, പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ പ്രാപ്തി നേടിയവരായതിനാൽ. അതിനിടെ ഇന്ത്യയിൽ ഒന്നിലധികം ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ ഇ മുഹമ്മദ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇന്ത്യയെ ലക്ഷ്യമിടാനുള്ള ഒരു ഗതാഗത മാർഗമായി നേപ്പാളിനെ ഉപയോഗപ്പെടുത്താമെന്നും നേപ്പാൾ പ്രധാനമന്ത്രി ആശങ്ക പങ്കുവച്ചിരുന്നു. അതിനിടയിലാണ് പാകിസ്ഥാന്റെ പിൻവലിയലും നിലപാട് മാറ്റവും. നിലവിൽ ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ സന്ധിയിലാണ്. എങ്കിലും ഇന്ത്യ പാക് നയതന്ത്ര ബന്ധം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. അതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും പാകിസ്ഥാൻ മുട്ടുമടക്കുമെന്ന കാര്യം ഇതോടെ ഉറപ്പാണ്.